ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിറൻ അൽ ഹഖ്. ആരൊക്കെ വഴിതെറ്റിപ്പോയാലും, ആർക്കൊക്കെ മാർഗഭ്രംശം സംഭവിച്ചാലും, ആരൊക്കെ മതയുക്തിവാദങ്ങളിലേക്കും ലിബറൽസിലേക്കും വഴിതെറ്റിപ്പോയാലും, ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം. ആ പരിശുദ്ധമായ വചനത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒറിജിനൽ ആദർശം ഇവിടെ നിലനിൽക്കണം. അതൊന്നൊന്നു പോലും വെട്ടിമാറ്റാൻ അനുവദിക്കില്ല. അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റില്ല. അതിന്റെ തനിമയോടുകൂടി ആ പരിശുദ്ധമായ ആദർശം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭരണഘടനയിൽ 1ഉം 2ഉമായി എഴുതി ചേർത്തിട്ടുള്ള നമ്മുടെ പൂർവികർ. ആ കാര്യം ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇക്കാലം അത്രയും ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ഈ കൊടും വെയിലേറ്റുകൊണ്ട് നട്ടുച്ച നേരത്ത് കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്ന ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് ഇന്ന് അജയ്യമായ നായകത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള 40 അംഗ മുഷാവറയാണ്. ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, ചില നയ നിലപാടുകളുണ്ട്. അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ശരി, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലും അതിന്റെ നയ നിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.